അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ US നേരിട്ടിടപെട്ടത്. ഇറാന്റെ 3 ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് US ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുകയും ചെയ്തു. പിന്നാലെ ഖത്തറിലെ US സൈനിക താവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തെ US-നെതിരായ പ്രതികരണമെന്നേ അറബ് രാജ്യങ്ങൾ കരുതിയുള്ളൂ. അതിനിടെ സംഘർഷത്തിനിടെ ഇറാനെതിരായ സൗദിയുടെ ഇടപെടൽ പുറത്തു വരികയാണ്. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ച സൗദി അറേബ്യ ഇസ്രായേലിനെ സഹായിക്കുന്ന നീക്കങ്ങൾ നടത്തിയോ? 12 ദിവസ യുദ്ധത്തിൽ ഇറാന്റെ ഡ്രോണുകൾ തടയാൻ ഇസ്രായേലിനെ സഹായിച്ചു എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത്. ഇസ്രായേലിന്റെ നിരീക്ഷണത്തിൽ സഹകരിച്ചുവെന്നും തങ്ങളുടെ വ്യോമാതിർത്തിയിൽ മിസൈലുകൾ വെടിവെക്കാൻ ഇസ്രായേലിനെ അനുവദിച്ചുവെന്നും സൗദിക്കെതിരെ നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇറാഖ്, ജോർദാൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക വ്യോമാതിർത്തികളിൽ ഇറാന്റെ ഡ്രോണുകൾ തടഞ്ഞു നശിപ്പിക്കാൻ സൗദി അറേബ്യൻ വ്യോമസേന സൈനിക ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചതായി ഇസ്രായേൽ പത്രമായ ഇസ്രായേൽ ഹയോം റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിലേക്കുള്ള ഡ്രോണുകൾ സൗദിയുടെ മേഖലയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വെടിവെച്ച് വീഴ്ത്തിയതായി ഇസ്രായേൽ ഹയോമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരായ ഇസ്രായേലിന്റെ സൈനിക നടപടിയെ അപലപിച്ച 20 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സൗദി. ഇറാനെ സഹോദര രാഷ്ട്രമെന്നാണ് സൗദി വിശേഷിപ്പിച്ചത്. 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഡ്രോൺ ഇന്റർസെപ്ഷൻ ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പരസ്യമായി സംസാരിച്ച ഒരേയൊരു രാജ്യം ജോർദാൻ മാത്രമായിരുന്നു. സ്വയം പ്രതിരോധമാണ് നടപടിക്ക് കാരണമായി ഈ രാജ്യം ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ തങ്ങളുടെ പ്രദേശത്ത് ഈ ഡ്രോണുകളിൽ ചിലത് നാശനഷ്ടങ്ങൾ വരുത്തിയതായും ജോർദാൻ പറഞ്ഞിരുന്നു. അടുത്ത കാലം വരെ ഇറാന്റെ ശത്രുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു സൗദി അറേബ്യ. എന്നാൽ ഇറാനെതിരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടുമില്ല. സൗദി അറേബ്യ തികച്ചും വ്യത്യസ്തമായ ഒരു പാതയാണ് പിന്തുടരുന്നത്. അനൌദ്യോഗികമായി ഇറാനെതിരായ നടപടിയിൽ സൗദി അറേബ്യ പങ്കെടുക്കുന്നു. ജർമ്മനി ആസ്ഥാനമായുള്ള കൺസൾട്ടൻസിയായ മിഡിൽ ഈസ്റ്റ് മൈൻഡിന്റെ സ്ഥാപകൻ സ്റ്റെഫാൻ ലൂക്കാസ് പ്രമുഖ മാധ്യമമായ DWയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സൗദികളും ഇസ്രായേലികളും തമ്മിൽ സുരക്ഷാ സഹകരണമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യ റഡാർ ഡേറ്റ നൽകുകയും വ്യോമമേഖലയിൽ ഇസ്രായേൽ വിമാനങ്ങളുടെ പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇറാൻ മിസൈലുകൾ പ്രധാനമായും കടന്നുപോകുന്ന രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത്. സൗദി അറേബ്യ യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് വളരെയധികം സഹകരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയ്ക്ക് മേഖലയിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നാണുള്ളത്. അവരുടെ ആയുധങ്ങൾ കൂടുതലും US-ൽ നിന്നാണ്. 2017 ഡൊണാൾഡ് ട്രംപുമായി ഒരു പ്രധാന ആയുധ കരാർ ഒപ്പിട്ട ശേഷം US-മായി ശക്തമായ പ്രതിരോധ സഹകരണവുമുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സമീപകാല സന്ദർശനത്തിലും കരാർ വിപുലീകരിച്ചിരുന്നു. വ്യാഴാഴ്ച രാജ്യത്ത് US താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ ഗ്രൂപ്പ് സജ്ജമാക്കിയതായും സൗദി പ്രഖ്യാപിച്ചിരുന്നു. ഹ്രസ്വ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. രാജ്യത്തിന്റെ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനും തന്ത്രപ്രധാനമായ മേഖലയെ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയുടെ ഇസ്രായേലുമായുള്ള സഹകരണം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഏറെ അതൃപ്തിക്ക് കാരണമായിരുന്നു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ സഹകരണത്തിൽ നിന്ന് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പിന്നോട്ടു പോയി. മേഖലയിൽ സൗദിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നതോടെയായിരുന്നു നടപടി. അതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്.